ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ വഴക്ക് പറയുമ്പോൾ ബബിത കരയാണേ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, നീ എന്തിനാ കരയുന്നത്? കരയാനും മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബിത ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ചാടി കയറി തുള്ളി പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടൂല കേട്ടോ. നീ എന്തിനാണ് അലിനെ അവിടെ തടഞ്ഞു നിർത്തിയത് എന്ന് ചോദിക്കും. അച്ഛൻ ഞങ്ങളെ അകറ്റി നിർത്തുന്നോണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചെറുതായിട്ട് വിഷമാവും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, നീ അച്ഛൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ. അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിനക്കറിഞ്ഞൂടെ? അറിയാം. അച്ഛന് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല എന്നറിഞ്ഞൂടെ എന്ന് ചോദിക്കും. ഓവാ, അച്ഛന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിഞ്ഞൂടെ? അറിയാം. അച്ഛൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയോ? ഇല്ല. അച്ഛൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് നിനക്കറിയോ? ഇല്ല. അതാണ് പറഞ്ഞത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ടാന്ന് കേട്ടോ. നീ അമ്മ താഴത്ത് നിന്ന് തുള്ളുന്ന കണ്ടിട്ട് ഈ മുകളിലേക്ക് വന്ന് തുള്ളാനായിട്ട് നീ ശ്രമിക്കേണ്ട. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നിനക്ക് താങ്ങാൻ പറ്റില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും മോളിപ്പോൾ തൽക്കാലം പോയിട്ട് പഠിക്ക് ചെന്നിരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബബി പോകും കേട്ടോ. ബബിനെ വിളിച്ചിട്ട് പറയും, അതേ, അമ്മനെ കണ്ട് പഠിക്കാനല്ല കേട്ടാ പറഞ്ഞത്, താഴെ പോയിട്ട് പാഠപുസ്തകം വായിച്ച് പഠിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബബിത താഴത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. ഈ സമയത്ത് അലിനെ മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ബബിതയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് താഴത്തേക്ക് വരുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ എന്തോ വഴക്കൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ബബിത വന്നിട്ട് അലിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ. അതിന് ശേഷം കയറി പോവുകയാണ്. ബാലേന്ദ്രൻ വീണ്ടും ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അലിനെ പതുക്കനെ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. എന്താ സാറേ, എന്താ വിളിച്ചത് എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ. അത് പിന്നെ ബബിത വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ. ശരി, എനിക്ക് കൊഴുക്കട്ട വേണം. കൊഴുക്കട്ടയോ? 5 കൊഴുക്കട്ട വേണമെന്ന് പറയാം കേട്ടോ. 5 കൊഴുക്കട്ട സാറ് കഴിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്താ, എനിക്ക് കൊഴുക്കട്ട കഴിക്കണം. നീ കഴിച്ചിട്ടില്ലേ അത്? കൊഴുക്കട്ട ആരാ കഴിക്കാത്തത്? എനിക്ക് കൊഴുക്കട്ടയും വേണം, നെല്ലിക്ക ജ്യൂസും വേണം. അപ്പോൾ 5 എണ്ണം വേണോ? 5 എണ്ണം വേണം. കൊഴുക്കട്ട എനിക്കും വലിയ ഇഷ്ടമാണ്, രേവതിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും കേട്ടോ. ഞങ്ങൾ ഓർഫനേജിൽ അതൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓർഫനേജിൽ ആ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഉണ്ടാക്കും. പിന്നെ അട പോലെ ഉണ്ടാക്കാറുണ്ട്, നാളികേരപ്പീരൊക്കെ വെച്ചിട്ട്. രേവതിക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയും കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ അലീൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, രേവതിക്കുട്ടി അലീന ചിന്നുമോള് അല്ലേ? നിങ്ങൾക്കൊക്കെ ഇനീഷ്യലില്ലേ? PR, അലീന, അല്ലെങ്കിൽ രേവതിക്കുട്ടി കൂടെ വേറൊരു പേര് അലീന, സ്റ്റാൻലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേര് പറയൂട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് അലീന സ്റ്റാൻലിയോ എന്ന് ചോദിക്കാം കേട്ടോ. ബാലേന്ദ്രൻ ഇങ്ങനെ അലീനനെ നോക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് എന്തെങ്കിലും അച്ഛനെ കുറിച്ച് അറിയാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേര് സാർ ഇപ്പം കണ്ടുപിടിച്ചതാണോ, അലീന സ്റ്റാൻലി എന്ന്? കൊള്ളാവോ അലീന സ്റ്റാൻലി? കൊള്ളാം, അലീന സ്റ്റാൻലി എന്ന് പറയും കേട്ടോ. അതാണോ ബെറ്റർ, അലീന ബാലചന്ദ്രൻ ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ബാലേന്ദ്രൻ മുഖത്ത് നോക്കണം. അലീന ബാലചന്ദ്രൻ, ഭയങ്കര പവർഫുൾ നെയിമാണ് കേട്ടോ എന്ന് പറയട്ടോ അലീന. അങ്ങനെയാണെങ്കിലേ മോളാകേണ്ടി വരും, അച്ഛാന്ന് വിളിക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അലീന അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ, അച്ഛനത് നീ ആരെയും വിളിച്ചിട്ടില്ലല്ലോ? പള്ളിയിൽ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. അതല്ല, ശരിക്കും നീ ആരെങ്കിലും അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണമോളും ബബിയൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ജോലിക്കാരിയല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ബാലേന്ദ്രന് വിഷമാവാം കേട്ടോ. പെട്ടെന്ന് അലീന അവിടെ നിന്ന് പോവുകയാണേ. അലീന പറയും, ഞാൻ കൊഴുക്കട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അലീന പുറത്ത് നിന്നിട്ട് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒക്കെ. പിന്നെ കാണിക്കുന്നത് കമല നമ്മുടെ വൈജയന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണേ. അപ്പോൾ വൈജയന്തി, നീ ഇവിടെ നിന്ന് പോയിട്ട് ഒരു വിവരമില്ല, നീ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ എനിക്ക് വലിയ തിരക്കായിരുന്നു കമലടുത്തി എന്ന് പറയും. നീയേ ആ ഹോം നേഴ്സിനെയും കൊണ്ട് പോയിട്ട് ആ ഏജൻസിക്കാരെ എന്നെ വിളിച്ച് പറയാത്ത വർത്താനില്ല എന്ന് പറയട്ടോ. എന്നതാ സംഭവിച്ചത് എന്ന് ചോദിക്കട്ടോ. അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടേ ബാലേന്ദ്രൻ ഓടിച്ചു എന്ന് പറയട്ടോ. ഓടിച്ചോ? എന്നെ എന്തൊക്കെയാണ് അവർ വഴക്ക് പറഞ്ഞതെന്ന് പറയും. എന്തിനാ വഴക്ക് പറഞ്ഞത്? ഉറുപ്പ്യ 10,000 എണ്ണി വാങ്ങിച്ചത് എന്ന് പറയട്ടോ. 10,000 രൂപ കൊടുത്തോ എന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ 10,000 രൂപ കൊടുത്തിട്ടല്ലേ അവളെ കാറ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കമൽ ചോദിക്കും, അപ്പോൾ എന്നിട്ട് നീ എന്തിനാണ് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? ബാലേന്ദ്രനോട് പറയാതെ ഹോം നേഴ്സിന് നിർത്താൻ പറ്റുമോ? എന്നിട്ട് ബാലേന്ദ്രൻ എന്താ പറഞ്ഞത്? ബാലേന്ദ്രനെ താഴത്തോട്ട് വരുമ്പോൾ ഇവള് ഊണുമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതോടുകൂടിയിട്ട്
പൊക്കോളാൻ പറഞ്ഞു പോയിട്ട് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് അതാണ് സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ കമല പറയും, എന്തായാലും ബാലേന്ദ്രനോട് പറയണ്ടായിരുന്നു, നീ നേരെ അമ്മയുടെ മുറിയെ കൊണ്ട് കയറ്റിയാൽ മതിയായിരുന്നു, 2-3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ വൈജയന്തി പറയണം, ബാലേന്ദ്രനോട് പറയാതെ എങ്ങനെ ചെയ്യാം, എന്തായാലും ആ പിശാശ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവള് പോയി പറയാമല്ലോ അലീന എന്ന് പറയട്ടോ. ഓ അത് ശരിയാണല്ലോ, എനിക്കറിയാം അവളെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. ദേ നീ ബുദ്ധിമോശമൊന്നും കാണിക്കല്ലേ. എന്ത് ബുദ്ധിമോശം? അല്ല, ഈ പറഞ്ഞ പോലെ ചായയിൽ വിഷം കലക്കുക, അയൺ ബോക്സ് ഇതിന് ഷോക്ക് അടുപ്പിക്കുക, ശ്വാസം മുട്ടിച്ചു കൊല്ല, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? ആവശ്യക്കാർ ചെയ്യും എന്ന് പറയാം കേട്ടോ. ശരി കമല അടുത്ത് ഞാൻ ഫോൺ വെക്കാണെന്ന് പറയട്ടോ. അങ്ങനെ കമല മനസ്സിൽ പറയുന്നുണ്ട്, 2-3 ഐഡിയകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കാണിക്കുന്നത് ബബി ആ പയ്യനെ വിളിക്കാനായിട്ടോ. ബബിത ആ പയ്യനും കൂടിയിട്ട് എവിടെയോ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 ആൾ കൂടിയിട്ടുള്ള ട്രിപ്പാണ്. അപ്പോൾ ബബിത പറയുന്നത് അവളെ വിളിക്കേണ്ട, അവളെ വിശ്വസിക്കാൻ പറ്റില്ല, ചതിക്കും. പക്ഷേ അവള് വേണമെന്നാണ് മറ്റോ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ടേ. എന്തായാലും അവരൊക്കെ കൂടിയേ തീരൂ, കാരണം പൈസ എടുക്കണ്ടേ. പിന്നെ കാറിന് റെൻറ്റ് കൊടുക്കണം, 2 കാറിന് റെൻറ്റ് കൊടുക്കണം, ഭക്ഷണം, പൊറോട്ട, ചപ്പാത്തി, ചിക്കൻ, ബീഫ്, പിന്നെ സ്നാക്സ്, വെള്ളം തിന്നാനും കുടിക്കാനും ഇതൊക്കെ വേണ്ടേ. അതിനൊക്കെ നല്ല ചിലവ്. കുറച്ച് പൈസ ഒക്കെ ഞാനെടുക്കാം, എന്നാലും പോരല്ലോ, കാറിൻ്റെ വാടക കൊടുക്കണ്ടേ. എന്നാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യി. ശരി, അപ്പോൾ ദേ വെള്ളിയാഴ്ച വൈകിട്ട് പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് എത്തുള്ളൂ കേട്ടോ, ഉറപ്പല്ലേ? ഓക്കെ ശരിയാ. അപ്പോഴേക്കും വൈജയന്തിര ഒച്ച കേൾക്കുമ്പോഴത്തേനും ബബിത പറയും, ഈ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേഗം കട്ട് ചെയ്തിട്ട് ടി വി വെച്ച് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ കയറി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അലീനനെ കാണാതാവുമ്പോൾ ബബിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അലീന എവിടെ? അവൾ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. മുകളിലോട്ടോ? എത്ര നേരമായി പോയിട്ട്? കുറേ നേരമായി പോയിട്ട്. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, 3/4 മണിക്കൂർ അവരവിടെ എന്തോ എടുത്തോണ്ടിരിക്കുക എന്ന് നോക്കിട്ടോ. എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറയാം കേട്ടോ. എന്നിട്ട് നീ ഇവിടെ മിണ്ടാതെ കുത്തിരിക്കണല്ലേ, നിനക്ക് പറഞ്ഞൂടെ ഇത്ര സമയം കഴിഞ്ഞാൽ തിരികെ വരണം എന്നൊക്കെ? അമ്മയ്ക്ക് പറഞ്ഞൂടെ? അമ്മയല്ലേ പറയേണ്ടത്, അവളോട് പറഞ്ഞു വയ്ക്കി അധികം സമയം അവിടെ നിൽക്കാൻ പാടില്ല എന്ന്. വേണമെങ്കിൽ അമ്മയ്ക്ക് ചെന്ന് നോക്കാലോ മുകളിലേക്ക് എന്ന് പറയട്ടോ. ഞാനിപ്പോൾ മുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ മതി. ബാലേന്ദ്രൻ പറയും ഞാൻ ഒളിഞ്ഞു നോക്കാൻ ചെന്നെന്ന്. അപ്പോൾ ബബിത പറയും, അച്ഛൻ അങ്ങനെ പറയില്ല, അത് അമ്മ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കട്ടോ. മനുഷ്യൻ്റെ ഒരു സ്വസ്ഥത കേട്ട് ഒരു മനസ്സമാധാനം ഇല്ലാത്ത ജീവിതമായിപ്പോയി. നീയൊക്കെ നിൻ്റെ തന്തനെ വല്ലവർക്കും വിട്ടുകൊടുത്ത് നിന്നോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ വന്നിരിക്കുകയാണേ. ഇതേ സമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അലീനയോട് പറയുകയാണേ, എനിക്ക് ഇറച്ചിയും പൊറോട്ടയും ബീഫും പൊറോട്ടയും കഴിക്കാൻ തോന്നുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന പറയും, അതിവിടെ ഇല്ലല്ലോ സാറേ എന്ന് പറയും കേട്ടോ. ഇവിടെ ഇല്ല, ഓർഡർ ചെയ്യട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയും, വേണ്ട സാറേ. എന്താ ഓർഡർ ചെയ്താൽ? അത് നല്ലതല്ല, സാറിന് വേറെ എന്തെങ്കിലും കഴിക്കാമല്ലോ, ഹെൽത്ത് നോക്കട്ടെ എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ എന്ത് ഹെൽത്ത് നോക്കാനാണ്, എല്ലാം പോയില്ലേ, എൻ്റെ ജീവിതം തന്നെ നശിച്ചു. ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള പാനീയം കുടിക്കുക, അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക, അതല്ലാതെ വേറെ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറിന് ഹെൽത്ത് ഓക്കെ ആക്കാം, കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം തിരിച്ചെടുക്കാൻ സാറിന് കഴിയുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ടൊരു കാര്യമില്ല പെണ്ണെ, എന്തായാലും ഞാൻ കെട്ടിപ്പൊക്കിയതൊക്കെ ഇല്ലാതായി, എനിക്ക് നഷ്ടം മാത്രം. അപ്പോൾ ബാലേന്ദ്രനോട് അലീന പറയാണ്, ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ സാറേ, എന്തായാലും സാറിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 4/3 ഭാഗവും മക്കളല്ലേ, അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, സാറിനത് കണ്ടൂടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതാണ് എല്ലാം പോയി എന്ന് പറഞ്ഞത്, ഡെസിഗ്നേഷൻ ഇല്ല, മോട്ടിവേഷൻ ഇല്ല, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, ട്വിസ്റ്റും പോയി, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ നഷ്ടം സംഭവിച്ചതിൻ്റെ രീതിയിൽ അലീനയോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് തന്നെ കാര്യങ്ങൾ കുറേ മനസ്സിലാവാണ്. ഞാൻ ഇതുവരെ കെട്ടിപ്പടുത്ത ആ ജീവിതം ഉണ്ടല്ലോ, അത് പോയി, എല്ലാം തകർന്നു. ഇപ്പം ഞാൻ ശരിക്കും വട്ട പൂജയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. വട്ടം, ബിഗ് സീറോ, എല്ലാവരും എന്നെ പറ്റിക്കാണ്, ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, കൂടെ നിൽക്കുന്നവർ, എന്തിന് ഇപ്പോൾ ഈ സാരോപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ വരെ എന്നെ പറ്റിക്കല്ലേ എന്ന് ചോദിക്കുന്നതോട് കൂടിയിട്ട് അലീന ആകെ ഞെട്ടിയിട്ട് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുകയാണേ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീ എന്നെ പറ്റിക്കില്ലേ? സാറിന് ഞാൻ എന്തിനാ പറ്റിക്കുന്നത്? ഞാൻ പൊക്കോളാം, ഞാൻ ഒന്നും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഇവിടേക്ക് വന്നത്, ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പൊയ്ക്കോളാം സാറേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നവളല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം, നീ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
എന്ന് ബാലേന്ദ്രൻ പറയാൻ കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ തല മുമ്പിട്ട് ഇങ്ങനെ വിഷമത്തോടെ കൂടി നിൽക്കുകയാണ്. എന്നിട്ട് പറയും, എന്തായാലും നീ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇപ്പം തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ നീ എന്നാണോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അത് അന്ന് ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അലീനനെ പറഞ്ഞു വിടാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അലീന പുറത്ത് വന്നിട്ട് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടുള്ളൊരു ഭാഗത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ അലീനനെ കുറ്റപ്പെടുത്താണ് കേട്ടോ. ഏത് നേരം ബാലേന്ദ്രൻ്റെ മുറി പോകുന്നത് ബബിതയും കുറ്റപ്പെടുത്തുന്നുണ്ട്, വൈജയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അലീന ബബിതനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ ഈ വീട്ടിലേക്ക് ആരില്ലാത്തപ്പോൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ബെഡ്റൂമിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് പോലെ അല്ലടി ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് കയറി പോകുന്നെന്ന് പറയുമ്പോൾ വൈജയൻ്റെ ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. ബബിനെ തുറപ്പിച്ചൊന്ന് നോക്കുകയാണേ. അപ്പോൾ ബബി ആകെ നാണം കെട്ടുപോവാണ്. മാത്രമല്ല ബാലേന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ചൂരിലെടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ബബിതയ്ക്കാണോ ചൂരിലുകൊണ്ടുള്ള അടി വൈജയന്തിക്കാണോ എന്ന് അറിയില്ല കേട്ടോ. ചൂരിലൊക്കെ എടുത്ത് ബാലേന്ദ്രൻ നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്